ഹരേ നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സാനന്ദരൂപം സകലപ്രബോധമാനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏട്ടാ ഈ കുട്ടീനെയൊക്കെ കാണുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി ഓണം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഹരി നാരായണ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരുണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിടുക നാരദമെന്നുടെ നാവു തന്മേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മമ. നാവിന്മേൽ നടനം ചെയ്യേനാഗരാണി യഥാകാലനെ ദിഗംബരൻ വാരിജോത്ഭവ മുഖവാരിജ വാസേ ബാലെ വാരിധി തന്നിൽ തീരമാലകളെന്ന പോലെ ഭാരതി പാദാവലി തോന്നണം കാലേ കാലേ പാരാദേ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണു ജോത്ഭവ സുത നന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു തൻ താനെ വന്നു പിറന്നു തമോദരൻ. വിഷ്ണു തന്മായ ഗുണ
കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ. നാല് നേരായ രാമായണം ചമയ്ക്കാൻ ഞാൻ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തുരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേ. രാമനാമത്തെ സദാ കാലവും ജപിച്ചിടും കാമനാശനനുമാ വല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകെ മാനസി വാണിടുവാൻ വന്ദിക്കുന്നേ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരരതി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കണം. കാരുണഭൂതന്മാരാം രാമണരുടെ ചരണാരു നാഭുജലീന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാദാവരു ഭൂതന്മാരറിയിക്കാണേ ഗുരുഭൂതവേ പ്രവരന്മാർ തദ്വര ശാപാദികൾ ദാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനം ദാസൻ ബ്രഹ്മ പാദജനജ്ഞാനീനാമാദ്യനായുള്ളൊരു ഞാൻ വേദസംഹിതയുമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാവണ്ണം ചൊല്ലിടുന്നേ. വേദാംഗ വേദാന്തി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം. സുരസംഹതി. ഹരേ നാരായണ. ഒരു ചമ്മന്തിരി കത്തിച്ച് നല്ല കൊതു. സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിർതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി കേഢാനാം പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജന്മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥനേനാഗന്ധി വാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുന്നില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ധാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാവാണിയും ഉപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക ഔവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധമിജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ദി മധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തമേൽ
മേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡ കുലത്തിങ്കൽ ധാത്രീന്ദ്ര വീരൻ ദശരഥനുതനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഹരി നാരായണ. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഭാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ സർവേ പരമേശ്വര പോറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദി അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണുന്തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടൊന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വമുപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാങ്ഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലമന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധി കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടിവണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതീ ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ. ശ്രീരാമദേവ തത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ ഗുരു കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ അദ്വയനാദ്യനജനവ്യേൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ. മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവന്നാധി കേട്ടാലും തെളിഞ്ഞു നീ. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ ഭക്തികണ്ഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം അയോധ്യപുക്ക് അഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയന്നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനേ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാമാറു ഭക്തിയാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യ
കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു. സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലേ, നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ. നിർമ്മലൻ ആത്മജ്ഞാനത്തിന് ഇവൻ പാത്രമത്രേ, നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ, ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ. ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ, ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനെടോ. ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി. വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടാലും നീ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം. നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനീ നീ. നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ. സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം. നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം. നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ. എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു. തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാം അവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം. തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടും കൂടി എഴുന്നള്ളിയ കാലം. ക്രുദ്ധയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുക്കു യാഗരക്ഷയും ചെയ്തു. സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്തു. പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു. മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു. പോരുന്ന നേരം മുൽപൊക്കോ തടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവും അടക്കി വൻപോട് അയോധ്യയും പുക്കു. 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവ് കൈകേയും മുടക്കി. അതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം. താതൻ വൃത്താരിപുത്രപുരം പുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്തശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി. ദണ്ഡകാരണ്യം ദുഃഖകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുംഭോത്ഭവനാം അഗസ്ത്യനെ കണ്ടു. പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഉടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിയിടും കാലം. പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരി ശൂർപ്പണഖ. ലക്ഷ്മണൻ അവളുടെ നാസികാഛേദം ചെയ്തു. ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും. കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ. മായയാ പൊന്മാനായി വന്നൊരു മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി. ശബരി തന്നെ കണ്ടു മോക്ഷദൻ അവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം. തത്ര കണ്ടിതു നിന്നെ പിന്നെ നിൻ
നിന്നോടും കൂടി. മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതെന്നന്യോന്യം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു. ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസിനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു. പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിടിനാൻ ജഗന്നാഥൻ. യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നിക്കൊണ്ടു ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽ ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയനേകനാനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ ഭൃംഗാരാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. ഹരേ നാരായണ ഹരേ ബാബു ഹരേ നാരായണ. ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ. ഹരി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു. മഞ്ജുളാവാചാവനോടരുൾ ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിധിൽ കാണുന്നതോ ജീവാത്മാവറിയിടൂ. തേജോരുളിയാകുമെന്നുടെ മായ തങ്കൽ ജാനമെന്നിരുന്നു കബീവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം. അതെ, പിന്നെ സമ്പൂർണ്ണ ആയതുകൊണ്ട് സ്പീഡിൽ പോണതാ. ഇങ്ങനെ വായിക്കണം എന്നില്ല, പേടിക്കണ്ട. അതെ, ഇത് 6 to 6 ഞങ്ങൾ പൂർണ്ണമായിട്ട് വായിക്കും. സമ്പൂർണ്ണം എന്ന് പറയും. അതുകൊണ്ടാണ് സ്പീഡിൽ പോണത്. സാധാരണ വായിക്കുമ്പോൾ അങ്ങനെ സ്പീഡിൽ വായിക്കണം എന്നില്ല. കുറേ എത്തുമ്പോൾ നമ്മൾ അങ്ങനെ ആവും. പിന്നെ ദീർഘം ഉണ്ടല്ലോ, അപ്പം തേ എന്നൊക്കെ എത്തുന്നോടത്ത് ഒന്ന് നീട്ടിയാൽ മതി. പിന്നെ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവസാനത്ത് ഒന്ന് നീട്ടണത്. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക്. ഒരു 4 വരി ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ ഒന്ന് നീട്ടുമ്പോൾ പണ്ടുള്ളവർ അവിടെ ശ്വാസം, ആ ബ്രീത്ത് എക്സസൈസാണ് ശരിക്ക്. അപ്പോൾ നീട്ടേണ്ടത് എന്താ വെച്ചാൽ നമസ്തേ ജഗൽപതേ, ആ തേ എന്നുള്ള അക്ഷരമാണെങ്കിൽ നീട്ടിയിട്ട് തന്നെ വായിക്കുക. തേന്നാണെങ്കിൽ തേ തന്നെ വായിക്കുക. അതാണ്. പിന്നെ സാധാരണ വായിക്കുമ്പോൾ വായിച്ചാൽ മതി. തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ താളം തെറ്റും. അപ്പോൾ താളം തെറ്റുമ്പോൾ ആ വരി ഒന്നും കൂടി വായിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. പിന്നെ സമർപ്പിക്കുമ്പോൾ അതറിയുണ്ടാവൂലേ, ഏകശ്ലോകി രാമായണം ചൊല്ലിയിട്ട് അവസാനത്തെ വരി 2 വട്ടം വായിച്ചിട്ട് നിർത്തുക. ഇയാളിപ്പോൾ നിർത്തിയില്ലേ ഒരു ഭാഗം. ഇപ്പം എനിക്ക് സ്കൂളിൽ പോകാറായി, ഞാൻ നിർത്തണം. അപ്പോൾ അവസാനം ഇവിടെ നിർത്തണം തോന്നുകയാണ്. ഫുൾ സ്റ്റോപ്പ് ഇട്ടോടത്ത് നിർത്താവൂ. അതായത് ആ വരി പകുതി വെച്ചിട്ട് നിർത്തരുത്. ഒരു ഫുൾ സ്റ്റോപ്പ് വരും, ഇടയ്ക്കിടയ്ക്ക് വരും. അത് അവിടെ നിർത്തുക. അവിടെ നിർത്തുമ്പോൾ ആ വരി തന്നെ അവസാനത്തെ 2 വരി 2 തവണ വെച്ചാൽ ഒരു പ്രാവശ്യം വായിച്ച് നിർത്തി, പിന്നെ ഒരു തവണയും കൂടി വായിച്ച് നിർത്തുക. എന്നിട്ട് ഈ ഏകശ്ലോകി ചൊല്ലിയിട്ട് സമർപ്പിക്കുക. അതിൻ്റെ അടുത്തുണ്ട്, വേണമെങ്കിൽ അയച്ചു തരാം. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം തുടങ്ങുമ്പോൾ ഹരിശ്രീയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ നിർത്തിയ 2 വരി ഒന്നുകൂടി വായിക്കുക. അപ്പോൾ കണ്ടിന്യൂഷൻ ആയി എന്നാ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു വിരുന്നാരം പെട്ടെന്ന് വന്നു, നിർത്തിപ്പോയതൊന്നുമില്ല. പണ്ടുള്ളവർ വെറുതെ പറഞ്ഞുണ്ടാക്കിയത്. അവർ വന്ന അതിഥി ദേവോ ഭവ. അപ്പോൾ ആ 2 വരി എവിടെയാണോ വായിച്ചത് ആ ഫുൾ സ്റ്റോപ്പിലെടുത്ത് നിർത്തി വേഗം നീട്ട് വരാം. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സമർപ്പിച്ചിട്ട് നീട്ട് പോരും. ഏകശ്ലോകി ചെല്ലാൻ സമയം ഉണ്ടാവില്ല, കാരണം അവരവിടെ വന്ന് നിൽക്കും. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ടാവുന്നു. അരുത് മാത്രമേ നമ്മളതിലുള്ളൂ. അതുകൊണ്ട് കുട്ടികളൊന്നും തുടങ്ങും. പിന്നെ സന്തോഷമായി. ടീച്ചറുണ്ട്, വൈകുന്നേരം എന്ന് 7 മണിക്ക് വായിക്കും. ടീച്ചർ പറഞ്ഞാൽ പോയി ചൊല്ലും. അപ്പോൾ പേടിയാണ്, കുഴപ്പമില്ല, ചെറിയ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് വീണിട്ടല്ലേ നമ്മൾ നടക്കാൻ വെച്ചത്. ഇവിടെ ചേച്ചി ഇതിനേക്കാളും വായിക്കും, പക്ഷെ അവർക്ക് പറ്റിയില്ല. അതെ അല്ലേ, സാറല്ലേ നീ ഇവിടെ ഞാനും തന്നെ നമ്മൾ വീട്ടിൽ മാത്രം വായിക്കുന്നതല്ല, ഒരു ഇത് ചെയ്ത് പരിചയമുള്ള ഒരാളെ കൂടെ പോയിരുന്ന് വായിച്ചാൽ നമുക്ക് ഒന്നുകൂടി നമ്മളിപ്പോൾ ഇയാൾ ചൊല്ലണയിൽ അക്ഷരത്തിട്ട് വന്നിട്ടുണ്ട്. അത് വീഡിയോ ഞാൻ യൂട്യൂബിൽ മനസ്സിലാവും. പക്ഷെ ഞാനത് അവിടെ തിരുത്തും. അപ്പോൾ ഗുരു അവിടെ നിന്ന്
എടുക്കുമ്പോൾ അതിൻ്റെ പുണ്യ ആ കുട്ടിക്ക് കിട്ടിയെന്നാണ്. ആ തെറ്റ് ഗുരു എടുക്കുന്ന അവിടെ. അങ്ങനെയാണ് ഇന്നെയൊക്കെ പഠിപ്പിച്ചത്. ഞാനും തെറ്റിയിട്ടാണ് ഒരു ആചാര്യൻ്റെ കീഴിൽ പോയി ആ ടീച്ചറും അങ്ങനെ തന്നെയാണ്. നമ്മളത് ചെല്ലാത്ത കുട്ടികളുണ്ട്, അവരൊക്കെ കൊണ്ടുവരികയാണ്, പിന്നെ ചൊല്ലിച്ച് കൊണ്ടുവരും. അതെ, അത്രേ അപ്പൊ അതൊന്ന് ടീച്ചർ പറയും മങ്കടയ്ക്ക് എല്ലാം പറയും, പക്ഷെ അവർക്ക് നമുക്ക് പോകാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് അത് നന്നായുള്ളൂ. അതാ ഒരാളെങ്കിലും നമ്മളൊന്നും എന്നും ഉണ്ടാവില്ലല്ലോ, ഒരാളെങ്കിലും ഈ പിൻഗാമിയായിട്ട് വന്നാലും ഇതൊക്കെ നിലനിൽക്കും. തീരെ കുറച്ചുകൂടി നന്നായിട്ട് അവളെന്താ ചെയ്യുന്നത്? അവള് ഇപ്പൊ 9ാം ക്ലാസ്. അതെല്ലേ. അപ്പൊ ആ പ്രായപ്പോ ഇങ്ങനെ തുടങ്ങിയല്ലോ. ഇയാൾ എത്രയില? എന്താ പേര്? മൃദുല. നല്ല പേര്. അപ്പൊ നീ വരൂ, നീ ഇന്ന് പോവാണോ? ഇന്ന് ഞായറാഴ്ചയല്ലേ? ഞായറാഴ്ച അതെ. വൈകുന്നേരം നമ്മളൊക്കെ സമർപ്പണം സൂപ്പറാണ്, തന്നോളൂ. വൈകുന്നേരം അമ്മയ്ക്ക് പറ്റുകയാണെങ്കിൽ പക്ഷെ അവൾക്ക് സങ്കടം, അത് ദൂരമാണ്. വരാനും ബുദ്ധിമുട്ടാണ്. അവൾക്ക് പാടുണ്ടാവില്ല. അവൾക്ക് പാടില്ല, അവൾക്ക് പോകാൻ വേണ്ടി റെഡി ആയിരുന്ന ആളാണ്. ഇന്ന് രാവിലെ പോലെ അതാണ് ഓരോ തടസ്സങ്ങൾ വരും. ഭഗവാന്റെ പരീക്ഷണമാണത്. സങ്കടമായി. അടുത്ത ആഴ്ച വന്നിട്ട് ചൊല്ലാന്ന് പറഞ്ഞിട്ട് പോകുന്നത്. വായിക്കാനും പാടില്ലല്ലോ നമ്മളിപ്പോ ശുദ്ധവോളം വായിക്കില്ല. ശുദ്ധമായാൽ പിന്നെ വായിക്കണം. പിന്നെ മീനും ഇറച്ചിയൊക്കെ കുട്ടിയാൽ രാമായണം വായിക്കാന്നാ പറയാം സന്ധ്യ ആകുമ്പോൾ. അതിനൊന്നും കുഴപ്പമില്ല. ആ പക്ഷെ എന്തായാലും ഞാൻ എൻ്റെ ഉപാസന ഒന്നും മുടക്കില്ല. പോലെ തന്നെയാണ് ആ ടീച്ചർ പോയി വായിക്കാം. ഇനി 2 സമ്പൂർണ്ണം കൂടി ഉണ്ട്. ഒന്ന് ഇവിടെ വളപുരം മോതിരം പറ്റാം. എന്നൊക്കെ വിട്ടോളൂ വേണമെങ്കിൽ കുറച്ച് അവർ വായിച്ച് പഠിക്കട്ടെ. പിന്നെ മലപ്പുറം തിരുവരാന്തക ക്ഷേത്രം, അത് 2-ാം തീയതി ആഗസ്റ്റ് 2, മറ്റേ ആഗസ്റ്റ് 12 കർക്കിടക വാവ്. പിന്നെ എല്ലാ ഞായറാഴ്ചയും പ്രഭാഷണങ്ങളുണ്ട്. ശനിയാഴ്ച ഉണ്ട്, 2ാം ശനിയുണ്ട്, ആഗസ്റ്റ് 15 ഉണ്ട്, എല്ലാ ഹോളിഡേയ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരാഴ്ചയെ ഒഴിവുള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം വെച്ചത് അടുത്ത ആഴ്ച ആരെങ്കിലും വായിക്കുന്നുണ്ടാവില്ല. എന്നും രാവിലെ വായനുണ്ട്. അവളോട് പറഞ്ഞാൽ മതി, രാവിലെ 31 ദിവസം വായനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ വന്നോളാൻ പറയും. ഇത് 2 ആളും ഉണ്ടാവും ഇവിടെ. ഞാനെനിക്ക് പ്രോഗ്രാമും പിന്നെ മോൾക്കും രാവിലെ പോകണം, ഫുഡ് കൊണ്ടുപോകേണ്ട കാരണം അത്ര നേരത്തെ ഞാൻ തുടങ്ങണം. അന്ന് തുടങ്ങിയേക്കും, അവസാനിക്കാൻ എനിക്ക് പരിപാടി ഇല്ലെങ്കിൽ വരും. പ്രാവശ്യം പറ്റില്ല. 16-ാം തീയതി ലാസ്റ്റ് ഡേ കുന്നംകുളം ചൂണ്ടല. അപ്പോൾ പ്രഭാഷണം വായനയ്ക്ക് ഞാൻ അങ്ങനെ പോകാറില്ല. മറ്റ് 2 മണിക്കൂർ 1.5 മണിക്കൂർ ഭാഷണം നമുക്ക് പോയി. അതെ മറ്റുള്ള അതെ ഒരു അനുഗ്രഹമാണ് സത്യം പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ സമ്പൂർണ്ണ പരിപാടി ചെയ്യാമെന്ന്. ഒരു ദിവസം ഞാൻ അങ്ങനെ വായിച്ചപ്പോഴേക്കും മനസ്സിൽ തോന്നിപ്പിച്ചതാ, ഇങ്ങനെ 1 മണിക്കൂർ കൊണ്ട് 50 പേജ് വായിക്കാം. വീട്ടിൽ വൈകുന്നേരം വായിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 12 മണിക്കൂർ 6 to 6 വായിക്കുമ്പോൾ ഇത് 256 പേജ് വായിക്കാം നിൻ്റെ മനസ്സിൽ തന്നെ തോന്നിയതാ. പറഞ്ഞ പക്ഷെ അത് വിശ്വസിക്കുന്നുണ്ടാവില്ല. ഞാനത് ഇവിടെ ആദ്യമായിട്ട് തുടങ്ങണത്. ഞങ്ങളുടെ നാട്ടിൽ ചെയ്തിട്ട് പോലും ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ തുടങ്ങിയ പിറ്റേ കൊല്ലം പല സ്ഥലം ഞങ്ങളിങ്ങനെ വാട്സപ്പിലും പേപ്പറിലൊക്കെ കൊടുത്തിരുന്നു. പല അമ്പലങ്ങളിലും അവർ തുടങ്ങി. അത് എങ്ങനെ ഇവിടുന്ന് തുടങ്ങിയെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുക. ആരപ്പം അത് പറഞ്ഞത് നമുക്ക് മനസ്സിൽ തോന്നും. ഈ ഒരു മേഖലക്കുള്ള യാത്ര വല്ലാത്തൊരു സുഖം. ഞാൻ 21 വയസ്സിൽ പ്രഭാഷണം തുടങ്ങിയിരുന്നു. നിങ്ങളെങ്ങനെ നടന്നിട്ടാ പോവാറ്? നടക്കണം. അല്ല അപ്പൊ ഓട്ടോ ഏൽപ്പിച്ചാൽ മതി. അതാണ്. നിങ്ങൾ ആർക്കെ ഭാഗമാണോ? അതെ. എന്നാലും ഇപ്പം ഞങ്ങൾ അതേ വന്നത് ഇത് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ അമ്പലത്തിൽ എന്തായാലും വരാത്തത്. തിരിച്ചു പോകാനൊരു വണ്ടി കിട്ടില്ല. അവനെ വെച്ച് രാത്രി ഒറ്റയ്ക്ക് ഇവർക്ക് ഭജന ഇല്ലാനൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. പോണത് ആലോചിച്ചിട്ടാണ് വരാറ്. അത് നോക്കണ്ടാന്ന്. അതിന് പോണത് നമുക്കൊരു നഷ്ടമല്ല. ആ സമയത്തേക്ക് അവർ ഓട്ടോറിക്ഷ ഏൽപ്പിക്കല്ലേ ബുദ്ധിമുട്ടാല്ലേ. ഇവിടെ ഭജന 7:30 കഴിയും. നമ്മൾ ദുരിതത്തിലാവേ ഓരോ ഏരിയയിൽ. ഞാൻ ചെമ്മലയിൽ പറഞ്ഞാൽ ഞങ്ങളാ ഭാഗത്ത് ഒന്നുമില്ലാത്ത സ്ഥലം. അതെ, ചൂടുള്ള കുറച്ച് ചുക്കുവെള്ളം കിട്ടിയാലേ ഈ വായ വരലണത് മാറാനേ. ബിജുവിനോട് ഇറങ്ങി കൊടുന്നു തരാം. എല്ലാവരും തിരുമേനിമാരെ തള്ളിച്ച്. അതന്നെ. മരണമോർത്തും മനസ്സി പരിതാപം കടലാ
വരചിന്മയാ പരാ പരാ പത്മാചാര്യ വരദനാരായണ വൈകുണ്ഠാജയ ചതുരാനന്ദി സുവിജയോരുവേണം മധുരതര മതി വിശദ ഇപ്പോൾ ത്രൈലോക്യമോഗ്രശിച്ചിതു മിക്കതും ജഗൽപദേ മതത്തവരപരതപ്പിനായി തരുന്നയം മുടിക്കുന്നു വിശുദ്ധേല്ലാമയ്യോ ലോകപാലന്മാരെയും തക്കാട്ടി കളഞ്ഞവനെ ശാസനമാക്കി ചവച്ചു ലോകമെല്ലാം വാക്കശാസനയും സമവരെ കൂട്ടിക്കൊണ്ടു നാഗശാസനവും ദേവീനാശാരണൻ ധർമ്മങ്ങളും മുടക്കിയത്രയല്ല യോഗീന്ദ്രന്മാരെയും ഭക്ഷിക്കുന്നു ധർമ്മഭക്തികളെയും പിടിച്ചു കൊണ്ടുപോയ ധർമ്മവും അറിഞ്ഞിരുന്നു സുമിത്രയും ഭാര്യമാരോടും ചേർന്ന മന്ത്രികളുമായി കാര്യകാര്യങ്ങളെല്ലാം പരിപാലിക്കും കാലമന്നവർക്ക് കൊണ്ടും പതിതാവേന പുരുഷനാകുലദ്വയം വന്ദനം ചെയ്തു ജീവിക്കാനെന്നു സന്താപം ദിനംതോറും അല്പഭാഷിമാർക്കും വർദ്ധിച്ചു തേജസേറ്റം ശ്രീമതം സവനാദികളും ചെയ്തു കാമാന്തന്താനങ്ങളും ചെയ്തു നരവരന് ഗർഭവും പരിപൂർണമായ ചമഞ്ഞാലകാലം അർഭകന്മാരും നാൾവർ പിറന്നാരുടൻ ചുറ്റത്തിൽ പഞ്ചഗൃഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോ ദേവസല്യാത്മജനായാൻ
നക്ഷത്രം പുനർവസൂനോമിയല്ലോ തിഥി നക്ഷത്രാദിനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനം കർക്കടകം. ഹരേ നാരായണ. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രൻ ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചതു ദേവകളും പെറ്റിതു കൈകേയും പുഷനക്ഷത്രം കൊണ്ട്. പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധം ഉദിച്ചുയരുന്നതുപോലെ. സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മലമകുടവും സുന്ദര ചിഗുരവും അളക സുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ്ണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭാകള രാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചീ നൂപുരമുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും ബന്ധിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപതേ. നിന്തിരുവടിമായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനിതന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാ ദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിരഞ്ജന നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വൈന ജനമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പത്മമധുവൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ. നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യമേ അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാംബുദവും നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംബോജം കാൺമാനും യോഗം വന്നു. ത്വൽകാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം ഈ കാണാകിയ രൂപം ദുഷ്കൃതമുടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപതേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാശ്ലേഷാദ്യനുരൂപമായി ഇപ്പോ ഒരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായ ഒരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു. മാതാവേ അവധിക്യം ദിശമാകുന്നതെന്നാലേതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്ക് വരുത്തി
കൈക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷം വേഷം കൊണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരതു കാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം അദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊള്ളുകെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്തനിഹ നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദര രൂപനരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭൂയി വന്നവതാരം ചെയ്താൻ. നന്ദനുണ്ടായതെന്നൊരു എന്നതാശു കേട്ടു പങ്ക്തിനന്ദനതാ പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന വൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദി അഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ. പുത്രവക്രാബ്ജം കണ്ടു ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേയി സുതൻ പിറ്റേന്നാളും സുമിത്രാപുത്രന്മാരായുണ്ടായി തിരുവരുമമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തു ജാതകർമ്മം ബാലന്മാർക്ക് എല്ലാവർക്കും പെയ്തിതോ സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണ്ണരത്നൗക വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം വിണ്ണവർ നാട്ടിലും ഉണ്ടായത് മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. സമസ്ത ലോകങ്ങളും ആത്മാവാമി മംഗലേ രമിച്ചേടുന്നു നിത്യമോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ. ഭരണ നിപുണനാം കൈകേയീതനയനു ഭരതനെന്നു നാമം അരുളി ചെയ്തു മുനി. ലക്ഷണാന്യുതനായ സുമിത്രാതനയനു ലക്ഷ്മണൻ എന്നു തന്നെ നാവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചേടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും 4 പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ. ഹരേ നാരായണ. സമോദം ബാലക്രീഡാതൽപരന്മാരാങ്കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരണത്തുല്യന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു വയസാംശാൽ കോവളന്മാരായ സോദരന്മാരുമായി രാമദേവൻ സമസ്ത സമർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്ത അപരാധം ക്ഷമസ്വ ജഗൽപദേ. ജഗന്നാഥം ജനകനായ സദൃശപ്രഭം രാമം പരസാരസയുഗ സുധൃതചരചാപം കരുണാകരം കാളജലദാഭാസം രാമം ജനകരുചീരാ ദിവ്യാംബരം രമാപരം കനകോദ്രരത്നകുണ്ടലാഞ്ജിതഗണ്ഡം കമലകനലോലവിലോപലം വിലോചനം കമലോത്ഭവാവനതം മനസാരമമിടേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം ഗോപിസ്തുതിച്ചാൾ ഭക്തിയോടെ. ലോകേശാത്മജയാമകല്യദാനം പിന്നെ ലോകേശാനുജ്ഞയാ പോയിടൂ പവിത്രയായി. ഗൗതമനായി തന്റെ പതിയെ പ്രാപിച്ചിരുന്നാദിയും തീർത്തു വസിച്ചിരുന്നാളവന്തിയും സ്തുതി ഭക്തിയോടെ ലഭിച്ചിരുന്ന കുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും. അത്രയല്ല വരുമൈക സൗഖ്യം പുരുഷന്മാർക്കുമൂലം ഭക്ത്യാനാഥനും സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിൽ സാധിക്കും സകലവും. പുത്രാഭിജിലോ നല്ല പുത്രന്മാരുണ്ട അർത്ഥാതിരിച്ചിൽ അർത്ഥവും ഏറ്റമുണ്ടാ. ഒരു തൽപകൻ കനകത്തെ സുരാവായി തരണേ സുരഗന്ധാവിന് മാതൃകാഭോഗി. പുരുഷാദപനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സരം നാരായണം ചേതസീ രാമചന്ദ്രൻ ധ്യാനിച്ചു ഭക്തിയാചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്യത്തനായി പറയണമോ മോക്ഷം സത്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. ഹരേ നാരായണ.
വിശ്വാമിത്രൻ പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണമരുൾ ചെയ്താൻ, ബാലകന്മാരെ പോകമിതിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടരുതല്ലോ. യാഗവും മഹാദേവജാവും കേണ്ടു പിന്നെ വേഗമോടയോധ്യയും ബുക്കുതാതനെ കാണാം. ഇത്തരം അരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം ബുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാണം പ്രാപിച്ചതെന്നതു കേട്ട നേരം മനസ്സിൽ നിറഞ്ഞു ഒരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാണം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ആചാരം കൊണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി. നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന് ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായിതിപ്പോൾ. വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തീടിനാൻ, വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതി. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നീടിനേനിതുകാലം. കാടകം ബുക്ക നേരം വന്നൂരു നിശാചരിതാടക തന്നെ ഒരു ബാണം കൊണ്ടേതു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്കു. യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പരമേശ്വരമായ ജാപത്തെ കാൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരും നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ജാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനം നേരം ജനകനും കൗശികനോടു ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥി വെല്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമനന്ദനയ്ക്കെന്നു നൂനം. എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവതെനിക്കിപ്പോൾ. ഹരേ നാരായണ ഹരേ നാരായണ. വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചതു. മഹേന്ദ്രനും അഹങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ജാപം എടുത്തുകൊണ്ടുവന്നാർ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രി ഇന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചീടിനാൻ. വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാം ആകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും കൊണ്ടു രാഘവനത് കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിത് ശാപം ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിരശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മറ്റടിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി കാഠാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളിപ്പോലെ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രവം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ. മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടേടിനാൾ. ഹരേ നാരായണ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി ബാലകബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാമ്പുതി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്കെന്നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്നാൻ. ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതോ. വിശ്രമത്തോടു നടകൊണ്ടിതോ ദൂതന്മാരും സാകേതപുരിപോ
പൊയ്പോക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു ഭക്തിചന്ദനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുക എന്നുര ചെയ്തു. അഗ്നിവാനുപാധ്യായനാകെ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാഭിമുഖം ബുക്കിതു. ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ദിനാം വസിഷ്ഠനെ തതനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചതു. യഥായോഗ്യമുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാം ആചാര്യവാദാബ്ജവും തൊഴുതു. മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു. ശ്രീരാമപാദാംബോജമനുജന്മാർ തൊഴുതു. ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു. ശത്രുഘ്നനും ലക്ഷ്മണപാദാംബോജം വക്ഷസി ചേർത്തു. താതൻ രാമനി പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നോട് കയ്യും പിടിച്ചനുമോദത്തോടൊരു ചെയ്തിതു. മധുരമായി 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 പേർക്കും യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപം അതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടേ രത്നമണ്ഡിത സ്വർണ്ണപീഠവും വെച്ചു ഭക്തിയാ ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം ഭേരിതുന്തു വിമുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ. ജനകമഹേന്ദ്രനും തൽപാദതീർത്ഥം നിജശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു. ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു. ഭൂദേശ വിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഹരേ രാമ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതികീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായെഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം ജാതയായൊരു ദിവ്യകനിക തനിക്കു ഞാൻ. സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ. അത്ര നാരദൻ എഴുന്നള്ളിനാൻ ഒരു ദിനം എന്നോട് മഹാമുനിതാനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം ഭക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു രാമനായി. മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായതു. തവ വേശ്മനി തൽക്കാരണാൽ സാധനം ശ്രീരാമന് കൊടുക്കമടിയാതെ ഇത്തം നാരദനരുളി ചെയ്തു മറഞ്ഞിതു. പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്ന് മാനസേ തോന്നി പന്നവിഭൂഷണൻ തന്നെ അനുഗ്രഹശക്തിയാ. മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതും അൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ. ശക്തിയിൽ ഇതിനെന്നു വൃത്തിവാലകന്മാരും ഉദ്ധതാഭാവമെല്ലാം അകലിക്കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാമുൽപല നേത്രൻ തന്നെ തൊൽപ്രസാദത്താൽ ഇങ്ങു സിദ്ധിച്ചേൻ. ഭാഗ്യവശാൽ ദർപ്പക സമനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പാട് തെളിഞ്ഞൊരു ചെയ്തിതു. ജനകനും മദ്യമേ സഫലമായി വന്നു മാനുഷജന്മം. ഗദ്യോദായുധ സഹസ്രോദ്യോത രൂപത്തോടും ഗദ്യോദാന്വയെ പിറന്നോരു നിന്തിരുവടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺകമൂലം ഭക്തവത്സലാമമാ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം. ത്വൽപാദാംബുജകളിതാംബു ഹിന്ദുക്കൾ ധരിച്ചുൽപലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടു സൽപ്പുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം.
തൊൽപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടഹല്യയും കെൽവിഷത്തോടു വേറുപെട്ടു നിർമ്മലയായാൽ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഹരേ രാമ ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. ഗരികളർ 110,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000 ഭക്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ. ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചതു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൂരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു. വഴിപോലെ ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനക വീരി ദൂരഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാര രസപരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിരകാലാളായവടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോട് അയോധ്യയ്ക്കാമാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശീയ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുട തഴവൻ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുതു മാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമലേജകസ്തൂരീ ഗന്ധത്തോടും നടന്നു വിരവോട് 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. ഹരേ രാമ അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ. ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ മന്നവാ കുറഞ്ഞൊരു വീതിയുണ്ടാകും ഇപ്പോൾ. പിന്നീടും അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ. ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതൻ അരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരത നിഭാ നിർമ്മലവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബന്ധപടവാനലസമൻ വൃതനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധു സംവീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്തിയാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരേ പരിത്രാഹിമാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ ക്ഷത്രിയാന്തക പരിത്രാഹിമാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജ വിഭോ. പരശുവാണേ പരിപാലയാകുലം മമ പരമേശ്വര പ്രിയാ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണതർപ്പണം ചെയ്ത നാഥ കാത്തുകൊള്ളുക തപോ വാരിതേ ഭൃഗുപതി കാൽ തളിരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ വദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാനാർക്കമണ്ഡലം പോലെ ദീപ്തിയാ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലുനില്ല രക്ഷണമെന്നോട് യുദ്ധം ചെയ്യുവാൻ. വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ശാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകി നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്വൻ. അല്ലായൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും താരമൊന്നു വിറച്ചു. ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു. ദിക്കുകളും സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞിതോ എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു. താപസവരന്മാരും ഭക്തിചന്ദനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു. സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനേനും മുഗ്ധഭാവവും പൂണ്ടു. രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലിഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധി. സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു. നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും.
ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ. ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല. ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം. അതുമൂലം വില്ലിങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം. അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ ഗന്ധർപ്പകളേവരൻ ഗജ്ജലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതോചിത ശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോട്. രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമലക്ഷ്യം കാട്ടിത്തന്നീട വേണം. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനും ആരുടാനന്ദം അതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതി ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമ ആനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമധയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തേ ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ ശ്രീരാമ രാമ കൗസല്യാത്മജഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാന്നിതേ ചക്രതീർത്ഥത്തിങ്കൽ ചിന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായ അരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ ദുഷ്ടോഹം തപസാദേ സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതും അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേഹേനെ ചൊല്ലിഴും കാർത്തവീരാർജുനനാം നൃപേന്ദ്രനെ. വല്ല ജാതിയും അവൻ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ പരിനിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്യുക. പൃഥ്വിയെ മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസ് അന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനി എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതോ ഞാനും നാഥ തന്നിരുവടി എന്നെ വന്നവതരിച്ചോരു ഭക്തിസന്ധന സുതനല്ലോ നീ ജഗൽപതേ. എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ് എല്ലാം നിങ്ങലാക്കിയിടുവാനായി തന്നിതോ ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. മുന്നം ചെയ്തൊരു തപസ്സാബല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകെട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോത്ഭവങ്ങളാം ജന്മാദി ഷഡ്ഭാവങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാ സമൃദ്ധം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവല്ല ഭവത്തത്വം. സൽസംഗം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും തൊൽസേവാരതന്മാരാം മാനുഷർ മെല്ലെ മെല്ലെ ത്വന്മായാരചിതമാം സംസാര പാരാവാരം തന്മറുകരേറിയിടുന്നതു കാലം കൊണ്ടേ. ജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കോരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്കൽ നിന്ന് അൻപോട് വാക്യജ്ഞാനം
ഉൾക്കാമ്പിലുദിച്ചിടും തൊൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശുവേർപ്പെട്ടു ഭവച്ചിന്മയാപദത്തിങ്കലാഹന്തലയിച്ചിടും ത്വൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാനജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കേണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാംപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ധേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവചരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ, സന്തോഷം പ്രാപിച്ചേ ഞാൻ നിൻ തിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ചമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു, ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം. മാധവാ രഘുപതി രാമ കാരുണ്യാംബുധേ. ഈ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം. വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ തൊൽപാദാംബു ജഗതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം. അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനേനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം ബുക്കീടിനാൻ. ഭൂപതി ദശരഥൻ ദാനതി സന്തുഷ്ടനായി താപമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്ത് ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ മാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു വസിച്ചിടിനാനനുദിനം. കേകയ നരാധിപനാകെ യുധാജിത്തും കൈകേയീതനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൂരു ദശരഥൻ സോദരനായി മേ വീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാന അനാദരവോടു നടന്നിടിനാരവർകളും. അതുലൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവിതാനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ പാകശാസനൻ അവരാലയെ വാഴും പോലെ. നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലന്നേ. ഹരേ നാരായണ. ഇത്യദ്യാത്മാരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. ഹരേ നാരായണ.